സഹോദരങ്ങളെ, ദുഷ്ടൻ്റെ ശക്തിവലയത്തിൽ കഴിയുന്ന ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ദൈവാനുഭവം ഉണ്ടാകാൻ, ദൈവിക സ്പർശനം അനുഭവിക്കുവാൻ, അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ദൈവിക സ്പർശനം അനുഭവിക്കുവാൻ തിന്മകൾക്കെതിരായി ശാരീരിക ആത്മീയ മൽപ്പിടുത്തം എപ്പോഴും വേണ്ടിവരും. കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിൽ സദാ ആശ്രയിക്കുന്നവർ അവസാനം വിജയിക്കും. ദൈവം ആ വ്യക്തിയെ സ്പർശിക്കാതിരിക്കുകയില്ല. പല വ്യക്തികൾക്കും ദൈവികമായ ആ സ്പർശനം ഒരു ചെറിയ നിമിഷത്തിലേക്കും എങ്കിലും അനുഭവപ്പെടുന്ന അവസ്ഥയിലാണ് അവർ ആത്മാവിൽ കത്തി ജ്വലിക്കുന്ന അവസ്ഥ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ദൈവം ഒരു വ്യക്തിയെ സ്പർശിക്കുമ്പോൾ ആ വ്യക്തി ഒരു പുതു സൃഷ്ടിയായി മാറുകയും ചെയ്യുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറയുകയാണെങ്കിൽ അത് ആത്മവഞ്ചനയാകും. കാരണം പാപമില്ലാത്തവരായി ആരുമില്ല. പാപമില്ലാത്തവനായി ഭൂമിയിൽ ജീവിച്ചത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. നാം പാപമില്ല എന്ന് പറയുകയാണ്, എനിക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല, പ്രായശ്ചിത്തം നടത്തേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നാം നമ്മുടെ ഉള്ളിൽ അഹങ്കാരം അത്ര കണ്ട് അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയിരിക്കുന്നു, അതിൻ്റെ ഉത്തുംഗ ശൃംഖലയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. നമ്മളുടെ ഉള്ളിൽ പ്രൈഡ് നിലകൊള്ളുമ്പോൾ, അഹങ്കാരം, ഞാനെന്ന ഭാവം നിലകൊള്ളുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അതുപോലെ പാപത്തിൻ്റേതായിട്ടുള്ള ന്യായീകരണം നമ്മളെ പിടികൂടും. ലൂസിഫറിനെ ഏറ്റവും മഹോന്നതമായ മോർണിംഗ് സ്റ്റാർ എന്ന് വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ മുന്നിൽ നിന്നിരുന്ന ഒരു ആർക്കേഞ്ചലായ ലൂസിഫർ, സ്വർഗത്തിൽ നിന്ന് ലൂസിഫറിൻ്റെ കൂടെയുള്ള 1/3 കോടാനുകോടി മാലാഖമാരെയുമായി നിലപതിക്കാൻ, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടാൻ കാരണം ഈ അഹംഭാവമായിരുന്നു. അത് നാം തിരിച്ചറിയണം. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട നമ്മോട് കർത്താവ് പറയാണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തോടെ വിശുദ്ധിയിൽ നാം ജീവിക്കുമ്പോൾ ഈ ദൈവിക സ്പർശനം നാം ഉദ്ദേശിക്കാത്ത സമയത്ത് നമ്മൾക്ക് വന്നു ചേരും. ആ സമയം മുതൽ ഒരു വ്യക്തിയോട് നാം നേരിട്ട് സംസാരിക്കുമ്പോൾ, നമ്മുടെ ജീവിത പങ്കാളിയോട് സംസാരിക്കുന്ന പോലെ, നമ്മുടെ ആത്മസുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയുള്ള ഒരനുഭവം നമ്മൾക്ക് ആ നിമിഷം മുതൽ വന്നു ചേരും. അതേപോലെ സ്ഥായിയായി നിൽക്കുവാൻ നാം വിശുദ്ധ ജീവിതം തുടർന്നാൽ മതിയാകും.